മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഉബുണ്ടുവിൽ OBS സ്റ്റുഡിയോ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ്. നമ്മുടെ ഡിജിഫിറ്റ് ട്രെയിനിങ്ങിൽ നമ്മൾ പഠിച്ച ഒരു ടോപ്പിക്കാണ് OBS സ്റ്റുഡിയോ. ലൈവ് പ്രൊഫഷണലി എങ്ങനെ ബ്രോഡ്കാസ്റ്റ് ചെയ്യാം എന്നുള്ള അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് OBS സ്റ്റുഡിയോ. അതിനുവേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ബ്രൗസറിൽ ഡൗൺലോഡ് OBS സ്റ്റുഡിയോ എന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഉബുണ്ടുവിൽ ഇൻസ്റ്റാൾ ചെയ്ത മെത്തേഡാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇവിടെ 3 ഐക്കൺ നമുക്ക് കാണാൻ കഴിയും. ആദ്യം വിൻഡോസ്, പിന്നെ മാക്ക്, അത് കഴിഞ്ഞ് ഉബുണ്ടു. നമ്മുടെ ഈ 3 ലോഗോ നമുക്ക് കാണാൻ കഴിയും. നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഉബുണ്ടുവിലാണ്. അതിനുവേണ്ടി ആ ഉബുണ്ടുവിൻ്റെ ആ പെൻഗിൻ്റെ ലോഗോയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. അതിൽ ക്ലിക്ക് ചെയ്താൽ താഴെ ഒരു ചെറിയ മാറ്റം നമുക്ക് കാണാൻ കഴിയും. ഇവിടെ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. 3 സ്റ്റെപ്പ് ഉണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന്. ആദ്യം ഇവിടെ കാണുന്ന ഈ സുഡോ apt ഇൻസ്റ്റാൾ എന്നുള്ള ഈ മുകളിലുള്ള ഭാഗം ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ മുഴുവനായിട്ടൊന്ന് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ 3 പ്രാവശ്യം അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ മൗസിൽ കോപ്പി എന്ന് കൊടുക്കുക. എന്നിട്ട് ഈ ബ്രൗസർ മിനിമൈസ് ചെയ്യുക. നമ്മൾ ഡെസ്ക്ടോപ്പിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് താഴെ ഓപ്പൺ ടെർമിനൽ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ കോപ്പി ചെയ്തത് എഡിറ്റിൽ പോയിട്ടോ അല്ലെങ്കിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തോ പേസ്റ്റ് എന്ന് കൊടുക്കുക. എൻ്റർ ടൈപ്പ് ചെയ്താൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. പാസ്വേഡ് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പ് പൂർത്തിയായി. വീണ്ടും നമ്മൾ മിനിമൈസ് ചെയ്ത ആ ബ്രൗസറിലേക്ക് പോവുക. ജസ്റ്റ് ആ ബ്രൗസറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. താഴെ ആഫ്റ്റർ ഇൻസ്റ്റാളിങ് എന്ന് പറഞ്ഞിട്ട് താഴെ സുഡോ apt എന്നുള്ള അടുത്തൊരു കമാൻഡ് ഉണ്ട്. ആ കമാൻഡും ഇതേപോലെ ക്ലിക്ക് ചെയ്ത് കോപ്പി നൽകുക. വീണ്ടും നമ്മൾ ടെർമിനലിലേക്ക് വരുന്നു. ടെർമിനലിൽ ജസ്റ്റ് ഒന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ എഡിറ്റിൽ പോയി പേസ്റ്റ് എന്ന് കൊടുക്കുക. നെക്സ്റ്റ് കമാൻഡാണ്. ആ കമാൻഡും അവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. അപ്പോൾ വീണ്ടും നമ്മുടെ ആ ഒരു ടെർമിനലിൽ ഈ ഒരു ഭാഗം ഇൻസ്റ്റാളേഷൻ ആരംഭിച്ചു. ഇവിടെ നമുക്കൊരു കമാൻഡ് കാണാവുന്നതാണ്, എൻ്റർ ടു കണ്ടിന്യൂ എന്നുള്ളത്. അവിടെ ജസ്റ്റ് എൻ്റർ കീ എന്നമർത്തുക. ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിൽ C എന്നമർത്തുക. നമ്മൾക്കിവിടെ ഇൻസ്റ്റാളേഷൻ തുടരുകയാണ്. അപ്പോൾ അവിടെ ജസ്റ്റ് എൻ്റർ കീ അമർത്തിയാൽ ഇൻസ്റ്റാളേഷൻ ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് സെക്കൻഡ് സ്റ്റെപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം ഫയലുകൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനുള്ളത് കൊണ്ട് അത്രയും സമയം നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതിൻ്റെ പ്രോഗ്രസ് താഴെ എത്ര പെർസെൻറ്റേജ്, എത്ര സെക്കൻഡ് ബാക്കിയുണ്ട്, എത്ര പെർസെൻറ്റേജ് ആയി എന്നൊക്കെ നമ്മോട് കാണിക്കുന്നതാണ്. ആ ഒരു പ്രോഗ്രസ് അത് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇൻസ്റ്റാളേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ടെർമിനലിൽ കമാൻഡ് കൊടുക്കാനുള്ള വിൻഡോയിലേക്ക് നമ്മൾ പോകും. ആ വിൻഡോയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇതിൻ്റെ 3rd സ്റ്റെപ്പാണ് പൂർത്തിയാക്കാനുള്ളത്. ഇപ്പോൾ ഈ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം എത്ര സെക്കൻഡ് ബാക്കിയുണ്ട് എന്നുള്ളത് താഴെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റാളേഷൻ പൂർത്തിയായി. ഇനി വീണ്ടും നമ്മുടെ ബ്രൗസറിൽ വന്നിട്ട് താഴെയുള്ള ഏറ്റവും അവസാനത്തെ കമാൻഡ്, ഇതിൻ്റെ 3rd സ്റ്റെപ്പ് നേരത്തെ ചെയ്ത് അതേപോലെ കോപ്പി ചെയ്യുന്നു. വീണ്ടും ടെർമിനലിൽ വന്നിട്ട് ജസ്റ്റ് അതൊന്ന് പേസ്റ്റ് ചെയ്യുന്നു. ശേഷം എൻ്റർ കീ അമർത്തുന്നു. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാളേഷൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് പൂർത്തിയായി. ഇവിടെ ഡു യു വാണ്ട് ടു കണ്ടിന്യൂ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ Y എന്ന് ടൈപ്പ് ചെയ്ത് നമ്മൾ എൻ്റർ കൊടുക്കുക. ഈ ഒരു പ്രോസസ്സ് ആരംഭിക്കുകയല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇൻ്റർനെറ്റിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യാനുണ്ട്. സ്റ്റേബിളായിട്ടുള്ള കണക്ഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ ഡൗൺലോഡിങ് പ്രോസസ്സ് ആരംഭിച്ചു. ഡൗൺലോഡ് ചെയ്ത് ഇതിലേക്ക് ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രോസസ്സ് ആരംഭിച്ചു. ഇതിൻ്റെ പെർസെൻറ്റേജ് ഇവിടെ കാണിക്കും. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് അവസാന ഘട്ടത്തിലെത്തി. നമ്മൾ താഴെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമാൻഡ് കൊടുക്കാനുള്ള വിൻഡോ വീണ്ടും വരുന്നതാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് അവസാനിച്ച് കഴിഞ്ഞു. ഇനി ഈ 2 വിൻഡോ, നമ്മുടെ ടെർമിനലും അതേപോലെ തന്നെ നമ്മുടെ ബ്രൗസറും ക്ലോസ് ചെയ്യുക. ടെർമിനൽ ക്ലോസ് ചെയ്യുന്നതിന് വേണമെങ്കിൽ നമുക്ക് എക്സിറ്റ് എന്നുള്ള കമാൻഡ് ഉപയോഗിക്കാം. കമാൻഡ് അടിച്ച് എൻ്റർ ചെയ്താൽ ടെർമിനൽ ക്ലോസ് ആകും. അത് കഴിഞ്ഞ് ബ്രൗസറും ക്ലോസ് ചെയ്യുക. ഇനി OBS സ്റ്റുഡിയോ എവിടെയാണ് ഇൻസ്റ്റാൾ ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. ആപ്ലിക്കേഷൻ, സൗണ്ട് ആൻഡ് വീഡിയോ എന്നതിൽ നമുക്ക് മീഡിയ പ്ലെയറിന് താഴെ OBS സ്റ്റുഡിയോ എന്നുള്ള നമ്മുടെ ഈ ഒരു ലൈവ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ കാണാവുന്നതാണ്. ഞാനത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഈ കാണുന്നതാണ് നമ്മുടെ OBS സ്റ്റുഡിയോയുടെ ഇൻ്റർഫേസ്. ഇതാണ് നമ്മുടെ ലൈവ് ബ്രോഡ്കാസ്റ്റ് പ്രൊഫഷണലി ഉബുണ്ടുവിൽ വെച്ച് ചെയ്യുന്ന നമ്മുടെ OBS സ്റ്റുഡിയോയുടെ ഈ ഒരു ഇൻ്റർഫേസ്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്നുള്ളത് മറ്റു വീഡിയോയിലൂടെ നമുക്ക് കാണിക്കാം. അപ്പോൾ OBS സ്റ്റുഡിയോ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നു എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത്.
വീഡിയോ ഇഷ്ടമായിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.